ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു പ്രൊഡക്റ്റീവ് ഡേ ആക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് ചെറിയൊരു വർക്കൗട്ടൊക്കെ ചെയ്തു. പിന്നെ സ്കിൻ കെയർ ചെയ്തു. ഇത് ഞാൻ ക്രിസ്മസിൻ്റെ തലേന്ന് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം ക്രിസ്മസിലേക്ക് ഇടാൻ വേണ്ടിയിട്ടൊരു ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ് ഞാൻ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും ചാനലിൽ. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസാണ് കാണുന്നത്. ഈ സാന്റാനെ ഞാൻ കഴിഞ്ഞ ക്രിസ്മസിന് ഉണ്ടാക്കിയതാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിനെ കൊണ്ട് ചെയ്തിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. അതിൻ്റെ ബാക്കിലിരിക്കുന്നത് ഒരു കാർഡ്ബോർഡ് പേപ്പറിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസാണ് താല്പര്യം, എങ്ങനത്തെ ക്രാഫ്റ്റുകളാണ് കാണാൻ താല്പര്യം എന്നുള്ളത് ഒന്ന് കമൻസിൽ പറയുക. ഞാനത് അനുസരിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു ക്രിസ്മസ് കാർഡാണ്. നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ടൊക്കെ കാർഡ് ഗിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവില്ല, ഫ്രണ്ട്സിനാണെങ്കിൽ. അല്ലെങ്കിൽ ഇതിപ്പം ക്രിസ്മസിനല്ലെങ്കിൽ നമുക്ക് ബർത്ത്ഡേക്കായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ തീം മാറ്റി കൊടുത്താൽ മതി. ഇതിപ്പം ഞാനൊരു സാന്റാൻ്റെ പിക്ചറാണ് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ബർത്ത്ഡേക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സ് സാന്റയ്ക്ക് പകരം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉണ്ടാക്കാം. ഈ ഒരു കാർഡിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ക്രിസ്മസിൻ്റെ തലേന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഞാനിത് വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത്. ഞാൻ വോയിസ് ഓവർ ചെയ്യാറില്ല എൻ്റെ ലോങ് വീഡിയോസിലൊന്നും. വേറെ ഒന്നല്ല, എനിക്കിങ്ങനെ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എന്ത് പറയണം, എങ്ങനെ പറയണം, അതൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ്. ഞാനൊരു ഇൻട്രോവേർട്ട് പേഴ്സണാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് മനസ്സിലാവില്ലോ ഇപ്പം ഇങ്ങനെ നമ്മൾ സംസാരിക്കണം, എന്താ പറയേണ്ടതെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ വ്ളോഗും സൈലൻ്റ് ആക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഇയറിലെ ലാസ്റ്റ് വ്ളോഗാണ്. അതുകൊണ്ട് ഞാനൊന്ന് വോയിസ് ഓവർ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളുടെ സജഷൻസൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ഇതൊരു സ്റ്റിക്കേഴ്സാണ്. ഇതെനിക്ക് ചേച്ചി ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. ഒരു 2 years ആയിട്ടുണ്ടാവും. ഞാനിത് ഉപയോഗിക്കാതെ വെച്ചതായിരുന്നു. ഉപയോഗിച്ചാൽ കേടായി പോവല്ലോ, ഒഴിഞ്ഞ് നശിച്ചു പോവുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഉപയോഗിക്കാതെ ഞാൻ വെച്ചതായിരുന്നു. വെച്ചത് എവിടേക്കോ കിടന്ന് ആകെ ചുക്കി ചുളിഞ്ഞ് കൊളായി. അപ്പോൾ ഞാൻ ഇപ്പോൾ കണ്ടപ്പം അതൊന്ന് കട്ട് ചെയ്തിട്ട് സിംഗിൾ സ്റ്റിക്കേഴ്സാക്കി വെക്കാമെന്ന് കരുതി. അതാകുമ്പോൾ ഒരു ഡബ്ബയിൽ എന്തെങ്കിലും ആക്കി വെച്ചാൽ ഇനിയെങ്കിലും ഉപയോഗിക്കണം എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് നല്ല നീറ്റാക്കി കട്ട് ചെയ്തു. ഞാൻ സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ വേറെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒന്നും ഇതുവരെ വാങ്ങിയിട്ടില്ല. ഇതെൻ്റെ കയ്യിലുള്ള ആകെയുള്ളൊരു സ്റ്റിക്കറാണ്. ഇതാണെങ്കിൽ ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടുമില്ല. ഞാൻ സ്റ്റിക്കേഴ്സൊക്കെ ഡ്രോ ചെയ്യാറാണ്. അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഞാൻ ജേർണലിങ്ങിനൊക്കെ ഡ്രോ ചെയ്തിട്ട് സ്റ്റിക്കേഴ്സായിട്ട് യൂസ് ചെയ്യാറാണ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസിലൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഞാൻ അത് പ്രകാരം നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഇതെല്ലാം ഞാനൊരു ബോക്സിലാക്കി വെച്ചു. ഇനി ഉപയോഗിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് സെക്ഷനാണ് പാസ്ത മേക്കിംഗ്. എത്ര പേർക്ക് പാസ്ത ഇഷ്ടമാണ്? നിങ്ങളുടെ ഫേവറേറ്റ് റെസിപ്പി കമൻസിലൂടെ ഷെയർ ചെയ്യുക. അതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന് ഭയങ്കര നല്ല റെസ്പോൺസായിരുന്നു. ഞാൻ ഡ്രൈ ആയിട്ടാണ് ഈ പാസ്ത ഉണ്ടാക്കാറ്. എനിക്ക് ആ ഒരു ലിക്വിഡ് ഫോം അത്ര ഇഷ്ടമല്ല. ഞാൻ നല്ല ഡ്രൈ ആക്കിയിട്ടാണ് ചെയ്യാറ്. അതിന് ചെറിയ ഉള്ളിയാണ്, സ്മോൾ ഒനിയൻ, അതാണ് ഞാൻ യൂസ് ചെയ്യാറ്. അത് പിന്നെ ഗാർലിക്, ജിഞ്ചർ, മഷ്റൂം, ടൊമാറ്റോ. എൻ്റെ റെസിപ്പി വരുന്നത് ബട്ടർ, ജിഞ്ചർ, ഗാർലിക്, ഒനിയൻ, സാൾട്ട്, ചില്ലി, ടൊമാറ്റോ, പിന്നെ എഗ്ഗ്, മഷ്റൂം, പാസ്ത,
ഫൈനലി ചീസ് എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. പാസ്തേൻ്റെ കൂടെ ചീസ് വരുമ്പോൾ ഒരു പ്രത്യേക ഫേവറേറ്റാണ്. അതിൻ്റെ കൂടെ ഫൈനലി ഒരു ടീ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ്. എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്താണ്? ഇത് ഈവനിങ് സ്നാക്കായിട്ടും ഉച്ചയ്ക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും ഒക്കെ എനിക്കിത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് നൈക്കയുടെ ഒരു അൺബോക്സിങ് ചെയ്യാനുണ്ടായിരുന്നു. ഇത് 2-3 ദിവസമായി വന്നിട്ട് ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്തില്ലായിരുന്നു. കാരണം ഓൾറെഡി ഉള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ ഓർഡർ ചെയ്തത് ഇങ്ങനെ ഓഫർ കാണുമ്പോൾ ഓർഡർ ചെയ്ത് പോണതാണ്. അങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽസൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻസിലൂടെ പറഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാം. ഇതെനിക്ക് പ്ലമ്മിൻ്റെ ഒരു നയാസിൻമൈഡ് ഓർഡർ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയിട്ടുള്ളത് ഈ 3 ക്യൂട്ട് സാധനങ്ങൾ. സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, പിന്നെ വേറെ എന്തെങ്കിലും കൂടെ ഉണ്ട്. പിന്നെ ഇതെൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കുറേ ആയിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്. ഞാൻ ഫൈനലി ബൈ ചെയ്തു. ഇനി ഈ പുതിയ ആൾക്കാരൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം. എൻ്റെ അടുത്ത് ഈ ഒരു ഓർഗനൈസർ ഉണ്ട്. ഇതിലാണ് ഞാൻ എൻ്റെ എല്ലാ സ്കിൻ കെയർ പ്രോഡക്റ്റ്സും വെക്കുന്നത്. ഇതിലാകുമ്പം ഇത് ഇങ്ങനെ ചരിഞ്ഞു പോവുക, വീണു പോവുക, ലീക്കാവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഷെയർ ചെയ്യാം. അപ്പം അതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. അത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണം. ഞാൻ എവിടെയൊക്കെ തിരുത്തണം, എന്തൊക്കെ മാറ്റണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.